നിങ്ങളുടെ ഫേസിലുള്ള സ്കിൻ ടോണും ബോഡിയിലുള്ള സ്കിൻ ടോണും സെയിം ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ നിങ്ങളുടെ ബോഡിയിലുള്ള സ്കിൻ ടോണും ഫേസിലുള്ള സ്കിൻ ടോണും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഫെയറർ ആയിട്ടും നിങ്ങളുടെ ബോഡി സ്കിൻ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സ്കിൻ വൈറ്റനിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സമയത്ത് ഫേസിൽ നമ്മൾ എങ്ങനെയാണ് സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ നമ്മുടെ മുഖം മാത്രം വെളുത്താൽ മതിയോ, അല്ലെങ്കിൽ മുഖത്തിലുള്ള സ്കിൻ ടോൺ മാത്രം ഡിഫറൻസ് വന്നാൽ മതിയോ? ചില ആളുകൾക്ക് നമുക്ക് നേരത്തെ ഭയങ്കര കളറുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ ഈ ഒരു ടാനിങ്ങും മറ്റ് പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് വർഷങ്ങൾ കഴിയുന്തോറും അവരുടെ സ്കിൻ കളർ എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കറായിട്ട് മാറിയിട്ടുണ്ടാകും. ചിലർക്ക് നമ്മുടെ സ്കിന്നിൽ, അതായത് ബോഡിയിൽ രണ്ട് കളറായിട്ട് ഉണ്ടാവും. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഡിഫറെന്റ് കളർ, ഈ ഒരു ഭാഗത്തായിട്ട് ഡിഫറെന്റ് കളർ. ചില ആളുകൾക്ക് ഈ ഒരു ഭാഗം വരെ ഒരു ഡിഫറെന്റ് കളർ, അതിനുശേഷം ഒരു ഡിഫറെന്റ് കളർ. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ സ്കിൻ ഭയങ്കര ടാൻഡ് ആയിട്ട് ഉള്ളതുകൊണ്ടാണ് അല്ലെ? UV റേസ് ഒക്കെ വന്ന് നമ്മുടെ സ്കിൻ ആകെ അലമ്പായി കിടക്കുകയാണ്. അതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ നമുക്ക് അധികം ലേറ്റ് ആവാതെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം അങ്ങോട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക ഞാൻ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോസിൽ തന്നെ ബോഡി കെയർ റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ബാത്ത് പൗഡർ, 2 ബോഡി പോളിഷിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. ബാത്ത് പൗഡറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. സോ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അപ്പോൾ എന്താണ് ബോഡി പോളിഷ് എന്ന് പറയുന്നത്? അതായത് നിങ്ങളുടെ സ്കിന്നിൽ ബോഡി ആക്നിയുടെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. ബോഡി ആക്നി ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രോബെറി ലെഗ്സിന്റെ പ്രശ്നമുണ്ട്. സ്ട്രോബെറി ലെഗ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഭയങ്കരമായിട്ട് ഷേവ് ഒക്കെ ചെയ്യില്ലേ, അതിനുശേഷം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ സ്ട്രോബെറി ലെഗ്സിന്റെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ടാനിങ്ങിന്റെ ഇഷ്യൂസ്, അതായത് നമ്മൾ പുറത്തൊക്കെ പോയി പ്രൊട്ടക്റ്റഡ് അല്ലാതെ, അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ഒന്നും അല്ലെങ്കിൽ സൺസ്ക്രീൻ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാതെ, അല്ലെങ്കിൽ എപ്പോഴത്തേക്കോ ഒരു ടാനിങ് ഇഷ്യൂസ്, അതൊക്കെ കാരണം തന്നെ നിങ്ങളുടെ സ്കിന്നിൽ പിഗ്മെന്റേഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 കളറായിട്ട് സ്കിന്ന് കാണാൻ തുടങ്ങുക, അതായത് അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു റുട്ടീനാണ് ഈ ബോഡി പോളിഷിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് വലിയ കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ബേസിക്കലി കിച്ചണിലുണ്ടാകുന്ന കുറച്ച് പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതെനിക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ തീരുമാനിച്ചതും ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ബോഡി പോളിഷിംഗ് റുട്ടീനിൽ 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഒന്നൊരു ബോഡി സ്ക്രബ് ആൻഡ് 2 ബോഡി പാക്ക് എന്ന് പറയുന്നത്. ഈ 2 സ്റ്റെപ്പ് മാത്രം ചെയ്തിട്ടുള്ള ഈ ഒരു ബോഡി പോളിഷിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാകും. അതായത് ഒരു 3 മന്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റും. ഇത് എന്താ പറയുക, എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റുട്ടീനാണ്. എപ്പോഴെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്തോ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇപ്പോഴും ആ റുട്ടീൻ തന്നെ ട്രൈ ചെയ്യാറുണ്ട്. നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒന്ന് ഗ്ലോയി ആയിട്ട് ഒരു പോളിഷ്ഡ് ലുക്കായിട്ട് ഉണ്ടാവും ഇങ്ങനെ ഒരു കാര്യം ട്രൈ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ, അതായത് ഈ ഒരു ബോഡി പോളിഷിംഗ് റുട്ടീനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാനലിൽ തന്നെ, ഒരു 4 കൊല്ലം മുന്നേ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഇപ്പോഴും അതേ ഒരു സാധനം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോഡി സ്ക്രബാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ബോഡി സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. കോഫി പൗഡർ, പഞ്ചസാര, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ, ജജുബ ഓയിൽ, അങ്ങനെ അല്ലെങ്കിൽ ഗ്രേപ്പ് സീഡ് ഓയിൽ ആയിക്കോട്ടെ, ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തുള്ളിയൊക്കെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ഇൻഗ്രീഡിയൻസ് കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഒക്കെ നിങ്ങളുടെ ബോഡി ഫുൾ വാഷ് ചെയ്തതിന് ശേഷം, വെള്ളം വെച്ച് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രബ് നന്നായിട്ട് ബോഡിയിൽ ജസ്റ്റ് സ്ക്രബ് ചെയ്യുക. ഒരുപാട് നേരം ഉരച്ച് ഇരിക്കണം എന്നല്ല പറയുന്നത്. ജസ്റ്റ് ഒരു നോർമൽ ആയിട്ട് രീതിയിൽ മാത്രം വളരെ സ്ലോ ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഡെഡ് സ്കിൻസ്, അതുപോലെ തന്നെ സ്ട്രോബെറി ലെഗ്സ്, ബോഡി ആക്നി, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ മാറിക്കോളും. പിഗ്മെന്റേഷൻ വരിക, ടാനിങ്ങിന്റെ ഇഷ്യൂ വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാറിക്കോളും. മെയിൻ ആയിട്ടുള്ള കാര്യം ഡെഡ് സ്കിൻസ് റിമൂവ് ആയി പൊക്കോളും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബോഡി പാക്കാണ്. ഇതൊരു ഗോൾഡൻ പാക്ക് എന്നൊക്കെ പറയാം കേട്ടോ. സോ ഇത് ഉണ്ടാക്കാനായിട്ട് 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ജസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഗോതമ്പൊടി യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി അതില്ലാത്ത സിറ്റുവേഷനിൽ, ഗോതമ്പൊടി ഇല്ലാത്ത വീടുകളിൽ ഉണ്ടാവില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ട് കടലമാവ് യൂസ് ചെയ്യാം. പക്ഷേ ഗോതമ്പൊടിയാണ് ഓൾവേസ് ബെറ്റർ എന്ന് പറയുന്നത്. കടലമാവിനെ കഴിയും പെട്ടെന്ന് റിസൾട്ട് ചെയ്യുന്നത് ഗോതമ്പൊടി തന്നെയാണ്. സോ അത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഇഫ് നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം കടലമാവ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഗോതമ്പൊടി എടുക്കുക. അതിലോട്ട് ഒരു കുറച്ച് എമൗണ്ട് ഓഫ് ടെർമറിക്, അതായത് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം കടയിൽ നിന്ന് വാങ്ങുന്ന പൊടികളിൽ എന്തെങ്കിലുമൊക്കെ മായം ചേർക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്
വീട്ടിൽ നിന്ന് നമ്മൾ പൊടിച്ചെടുത്ത പൊടിയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ കടയിൽ നിന്നൊക്കെ തന്നെ മഞ്ഞൾ വാങ്ങാൻ പറ്റും. സോ അതെടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണക്കി പൊടിച്ചാൽ മതിയാവും. ഓക്കെ, അതെല്ലാം പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ ഒരു പൊടി തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കടയിൽ നിന്ന് വാങ്ങുന്നത്. ആ മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക്, ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് മിക്സ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാവുന്നതാണ്. ആൻഡ് കുറച്ചധികം വെള്ളം കൂടി മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമല്ലോ ഗോതമ്പ് പൊടി ആകുമ്പോൾ നമ്മൾ വെള്ളം എത്ര മിക്സ് ചെയ്താലും അത് പെട്ടെന്ന് കട്ടി ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി ആവുന്നവരെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് സ്ക്രബിന് ശേഷം ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓയിൽ ഉണ്ടല്ലോ അതെല്ലാം പൊക്കോളും. അതായത് നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം നല്ല ഓയിൽ ഉള്ള പോലെ തോന്നും. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രത്തോളം കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിനെ അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാതെ വളരെ ഒരു നൈസായിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ അതിനുശേഷം ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഓയിലും പോയിരിക്കും. ഇനി നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യണോ, ബോഡി വാഷ് യൂസ് ചെയ്യണോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും യൂസ് ചെയ്യാതെ ഇരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അങ്ങനെ ഓയിൽനെസ് തോന്നില്ല. ചില ആളുകൾക്ക് സോപ്പ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തോ കുളിക്കാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സോപ്പ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ബോഡി വാഷ് യൂസ് ചെയ്യാം. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്ങനെയാണ് നിങ്ങളൊരു ബോഡി കെയർ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ബോഡി പ്രശ്നങ്ങൾക്കും ഏതൊക്കെ ബോഡി വാഷാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബോഡി കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് അത് വേഗം കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.